പരാതി കിട്ടിയാൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി എന്ന് വനിതാ കമ്മീഷനിലെ ശ്രീ സതീദേവി. മറ്റൊരു സ്ഥലത്ത് വാർത്ത കാണുകയുണ്ടായി. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിന്റെ പരാതിയിൽ നടപടി വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് ലീഗൽ സ്റ്റാൻഡിംഗ് ഉള്ള ബോഡിയാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് നമുക്ക് പുരുഷ കമ്മീഷൻ വേണ്ടത്. ഞാൻ എവിടെ പോയി എൻ്റെ പ്രശ്നങ്ങൾ പറയും? ഞാനൊരു പുരുഷനെന്ന രീതിയിൽ, അതായത് കോടതി പോലും പരിഗണിച്ച കേസിൽ, പോലീസുകാർ FIR ഇടാത്ത കേസിൽ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായ മുതിർന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകയായ സതീദേവി മാഡം പറയുകയാണ് രാഹുൽ ഈശ്വറിന്റെ ആക്ഷൻ വേണം. ഇനിയും ആരെങ്കിലും വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്താൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കും. ഇത് കേൾക്കുന്നത് എന്തിനാണ്? ഇത് കേൾക്കുമ്പോൾ ഹണി റോസ് തീർച്ചയായിട്ടും വനിതാ കമ്മീഷനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ, ഈ പുരുഷ വിരോധികൾ വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ ആരുണ്ട്? അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? ഈ ചോദ്യത്തോട് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അതായത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുമ്പോൾ പോലീസ് FIR ഇടാത്ത സാഹചര്യത്തിൽ പോലീസുകാരോട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്ന അവസരത്തിൽ ബാഹ്യമായ ഇടപെടലല്ലേ? വെളിയിൽ നിന്നുള്ള ഇന്റർഫിയറൻസ് അല്ലേ അത്? സതീദേവി മാഡത്തെ പോലെ ഒരു ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അങ്ങനെ പറയാൻ പാടുള്ളതാണ്. അപ്പോൾ അവിടെയാണ് രാഹുൽ ഈശ്വറിനെ ആക്രമിക്കാൻ മാഡത്തിന് താല്പര്യം. അങ്ങനെ ആക്രമിച്ചാൽ കൈയടിയും മാധ്യമങ്ങൾ അതിന് വലിയ പിന്തുണയും കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ സതീദേവി മാഡത്തോടുള്ള വിനയപരിസരമായ അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ്, മാഡം തീർച്ചയായും മാഡം വളരെ എന്താ പറയുക ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ സാധാരണക്കാരനാണ്. മാഡത്തിന് ഇതൊക്കെതിരെ ആക്ഷൻ എടുക്കാം, എന്നെ പിടിച്ച് ജയിലിലിടാം, ഞാൻ മോശക്കാരനാണെന്ന് പറയാം, ബാക്കിയുള്ളവർ പറയുന്ന പോലെ പറയാം. പക്ഷേ ഞങ്ങൾ ആണുങ്ങൾക്ക് ഇങ്ങനെ പോകാനൊരു സ്ഥലമില്ല. അതായത് കുട്ടികൾക്കാണെങ്കിൽ ബാലാവകാശ കമ്മീഷനുണ്ട്, യുവാക്കൾക്കാണെങ്കിൽ എന്താ പറയണേ യുവജന കമ്മീഷൻ പലപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനുണ്ട്. പക്ഷേ ഈ പുരുഷന്മാർ എന്ന് പറയുന്ന പരിധിയിൽ നിൽക്കുന്ന ആണുങ്ങൾക്ക് ആൺ സ്വത്വത്തിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി എവിടെയും പോകാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷനുള്ളത്. കോടതികൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വേഗത്തിൽ ആക്സസബിളായി, സ്വീകാര്യമായി, കുറെ കൂടെ ഫ്രണ്ട്ലി ആയി നമ്മളോട് പെരുമാറുന്നതിനാണ് വനിതാ കമ്മീഷനുള്ളത്. അങ്ങനെയാണ് ബാലാവകാശ കമ്മീഷനുള്ളത്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഇടമില്ല എന്നുള്ള കാര്യം മാഡത്തിന് അറിയാവുന്നതുകൊണ്ട് ചൂഷണം ചെയ്യാവുന്ന വാക്ക് ഉപയോഗിക്കില്ല. പക്ഷേ ആ ഒരു സോഫ്റ്റ് സ്പോട്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് പുരുഷാവകാശ കമ്മീഷനിൽ പോയി മാഡത്തിനെതിരെയോ അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയാൻ എനിക്കൊരു സ്പേസ് ഇല്ല. ഈ അവസ്ഥയാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് രാഹുൽ ഈശ്വറിന് മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയെ വർഷങ്ങളോളം വേട്ടയാടി, വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേട്ടയാടി എന്ന് കോടതി പറഞ്ഞു. ആ സരിതയ്ക്കെതിരെ നടപടിയെടുത്തോ? നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതിയാണ് വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ സ്ത്രീക്കെതിരെ പരാതി എടുത്തോ? എൽദോസ് കുന്നപ്പള്ളി എന്ന പ്രഗത്ഭനായ സാമാജികനെതിരെ അദ്ദേഹത്തെ പരമാവധി അവർ ദ്രോഹിച്ചു, കാശ് ചോദിച്ചു. അവസാനം ഹൈക്കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുത്തു. എൽദോസിനെതിരെ കള്ളപ്പരാതി നൽകിയവർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആണുങ്ങൾ എന്താ നദിയിൽ നിന്ന് ഒഴുകി വന്നത് വല്ലതുമാണോ? കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്? ഈ നാട്ടിലെ ആണുങ്ങളുടെ ഗതി ഇതാണ്. അതുകൊണ്ട് സതീദേവി മാഡം ആ പറഞ്ഞതിൻ്റെ വിഷമം ഞാൻ ഒന്ന് റിഫ്ലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.